ഹലോ ഹർക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ഏതപ്പനും കൂടി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷേക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് 2 കളർ ഉണ്ടല്ലോ, ഉള്ളിൽ വൈറ്റും റെഡും വരുന്നത്. അപ്പോൾ റെഡ് ആവണേ ഇതെന്നുള്ള പ്രാർത്ഥനയിലാണ്, കാരണം അതിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പൊന്നു, നമ്മൾ ഇന്ന് എന്ത് ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നേ? പൈനാപ്പിൾ അല്ല, കയ്യിലിരിക്കുന്നത് എന്തുവാ? അതെന്തുവാ? എന്ത് ജ്യൂസ് അത്? പൈനാപ്പിൾ അല്ലടാ, ഡ്രാഗൺ ഫ്രൂട്ട്. അങ്ങനെ ഒരു കണക്കിന് ഡ്രാഗൺ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അടുക്കളയിൽ കയറി ഏതപ്പനെ സ്ലാബും ഇരുത്തിയിട്ട് ഞാൻ ഇതിൻ്റെ ആവശ്യങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഭയങ്കര കല്ല് പോലെ ഇരിക്കും കേട്ടോ, ഞങ്ങൾ കുറേ കളിയാക്കും. പക്ഷേ ഇന്നത്തെ ഉണ്ണിയപ്പം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓരോ സംഭവങ്ങൾ എടുക്കാൻ പോകുമ്പോഴും ഓരോ ഉണ്ണിയപ്പം വായിലിടും കേട്ടോ. അതാണ് എൻ്റെ വായ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. Are you ready? വായോ. Okay? അങ്ങനെ ഏറെ പ്രതീക്ഷകളോട് കൂടിയാണ് ഞാൻ ഈ ഒരു സംഭവം കട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ ഫുൾ അങ്ങ് പെട്ടെന്ന് തന്നെ പോയിട്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറായിരുന്നു. ഇത് അതിൻ്റെ ഉള്ളിൽ വൈറ്റ് ആണോ റെഡ് ആണോ എന്ന് നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാവാനായിട്ടുള്ള എന്തെങ്കിലും ട്രിക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ പിന്നെ അത് നോക്കി നമുക്ക് വാങ്ങിയാൽ മതിയല്ലോ, വെറുതെ ഇത് വാങ്ങി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം മറ്റേ റെഡ് കളറായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പിന്നെ നമുക്ക് കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് തന്നെ എടുത്ത് നന്നാക്കി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ കുറച്ച് സ്പീഡിൽ പെട്ടെന്ന് തന്നെ നന്നാക്കി തീരാവുന്നതുള്ളൂ. ഞാൻ പിന്നെ ഇങ്ങനെ പതുക്കെ, കാരണം നമ്മളിത് ചെയ്യൽ പൊതുവെ കുറവാണല്ലോ. അപ്പോൾ പിന്നെ അവിടെ നന്നാക്കി ഇവിടെ നന്നാക്കി പിന്നെ നിങ്ങളെ ക്യാമറയിൽ കാണിച്ച് തരണമല്ലോ ഇന്നതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ആർട്ടിഫിഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതപ്പന് ഈ ഒരു സംഭവം, അതായത് കുക്കിങ്ങിനോട് ഇച്ചിരി താല്പര്യം കൂടുതലാണ്. അതേപോലെ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവനെ ഞാൻ അടുത്തിരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അതായത് ഒന്നും നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല, അല്ലെങ്കിൽ പാത്രങ്ങൾ അലങ്കോലാക്കേ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവനും അലമ്പാക്കേ അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള ഒരു ചിന്തയും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവൻ കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ കയ്യിലിരുന്ന് അടുക്കളയിലെ എല്ലാ പരിപാടികളും കണ്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും അമ്മേനെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കൈകൾ വെച്ചിട്ടുള്ള ഹെൽപ്പിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചെയ്യാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അടങ്ങി ഒതുങ്ങി ഇരിക്കും അവിടെ. പിന്നെ ഡോണു അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. എന്താ പറയുക, ക്യാമറയ്ക്ക് പിന്നിൽ അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അവൻ ഇവിടെ ഇങ്ങനെ എന്താണ് ഞാൻ ചെയ്യണമെന്നുള്ളതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അവസാനം നമ്മളത് ഫുള്ള് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു പീസ് ആക്കണമെങ്കിൽ ആക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസാണെങ്കിൽ മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതല്ലേ, അത് കുഴപ്പമില്ല. അപ്പം ഞാൻ അവന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനത് കഴിച്ചില്ല. ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴും വലിയ ഇതൊന്നും ഇല്ല. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മധുരമോ അല്ലെങ്കിൽ പുളിയോ അങ്ങനത്തെ വലിയ ഒരു വികാരമൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല, കുറച്ച് പഞ്ചസാര ഇട്ട് കഴിയുമ്പോഴത്തേക്കും അടിപൊളിയാവുമെന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത് കേട്ടോ. അങ്ങനെ ഇത് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കി പെട്ടെന്ന് തന്നെ അരഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കി ഇനി നമ്മൾ മിക്സിയിലിടാണ് കേട്ടോ. അപ്പോൾ മിക്സിയിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് ഏതപ്പനും കൊടുക്കുകയാണ്. അപ്പോൾ ഏതപ്പനും കൊടുക്കാൻ നിന്ന് കഴിഞ്ഞപ്പോൾ അമ്മ ഇട്ടാൽ മതി, ഞാൻ മിക്സി പിടിച്ചോളാം എന്നുള്ള രീതിയിലാണ് അവൻ നിന്നത്. അപ്പോൾ കൈമയാവുമല്ലോ ഇങ്ങനെ ഇടുമ്പോൾ, ചിലതൊന്നും അവന് ഇഷ്ടമല്ല കേട്ടോ, കൈമയാക്കണതോ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അവൻ മിക്സി പിടിച്ചോളാം മിക്സി അടച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് പഞ്ചസാര നമ്മുടെ മധുരം എന്തോരം വേണം എന്നനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4-5 സ്പൂൺ ഇട്ടു എന്ന് തോന്നുന്നു. കുഞ്ഞ് സ്പൂണാണ്, അപ്പോൾ പിന്നെ കുറച്ചധികം ഇട്ടല്ലേ പറ്റുള്ളൂ. അങ്ങനെ പഞ്ചസാര ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ 1 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1 ഗ്ലാസ് പാൽ, പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം, എന്നാലല്ലേ നമുക്ക് കുറച്ചും കൂടി തികയുള്ളൂ. ഒരുപാട് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൂസായിട്ട് പോവും. നമുക്ക് കുറച്ച് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം പാലിൽ കൂടെ മിക്സ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും ഏതപ്പനും കൂടിയാണ് ഇതൊക്കെ പിടിച്ചിട്ട് സെറ്റാക്കണത്. അവനോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇതൊക്കെ
ഗ്ലാസ്സിലൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ ഇത് ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തരി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഞാൻ നിൽക്കണേ. അങ്ങനെ അവസാനം നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് ഏതപ്പന് കൊടുത്ത് വലിയ കാര്യത്തിൽ അവൻ കുടിക്കും. ഡോൺ അങ്ങനെ ഫുഡൊന്നും കഴിച്ച് അങ്ങനെ വല്ലാണ്ട് തുടങ്ങിയിട്ടൊന്നുമില്ല. വല്ലാണ്ട് തന്നെയല്ല, അവനൊന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. ഫുള്ള് എൻ്റെ ഫീഡിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അവന്. അപ്പോൾ ഇവൻ കഴിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇവന് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കൊടുത്തത്. വലിയ കാര്യത്തിൽ ഗ്ലാസ്സൊക്കെ പിടിച്ച് ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. കുടിക്ക്. വെയിറ്റ് ചെയ്യാം. കുടിക്കടാ. അമ്മ കുടിക്കട്ടെ. എടാ അത് പൊടിയല്ല, മറ്റേ അതിന്റെ കുരുകളാണ്. എടാ അത് കുരുവില്ലാണ്ട് കഴിക്കാൻ പറ്റത്തില്ല. അത് മുളക. ഞാൻ കുടിക്കടാ കുടിക്കടാ. കുടിക്കാൻ കഷ്ടപ്പെട്ട് കൈ തന്നെ നിന്റെ മോൻ തല്ലാകെ നമ്മ ഞാനിപ്പോൾ ആരായി? ഞാൻ ഈ ചെക്കൻ കുടിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഷേക്ക് അടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ വായലൊന്ന് തൊട്ട് പോലും നോക്കിയില്ല എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ച കാര്യം. അവൻ കഴിക്കാഞ്ഞതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അവൻ തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അതിൽ കുരു ഉണ്ടെന്നുള്ളത്. ഈ സാധനത്തിൽ ഒരു ബ്ലാക്ക് സീഡ് ഉണ്ടാവുമല്ലോ, ആ സാധനം കണ്ടതുകൊണ്ടാണ് ഇവൻ കഴിക്കാഞ്ഞത്, മീൻസ് കുടിക്കാഞ്ഞത്. പിന്നെ എനിക്കത് കളഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് കുടിച്ചു, അമ്മയും കുടിച്ചു, ഐശുവും കുടിച്ചു. പിന്നെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഷേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കുടിച്ചോളണം കേട്ടോ. കുറച്ച് മിനിറ്റുകൾക്കോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കോ മാറ്റി വെക്കരുത്. കാരണം ഞങ്ങളിത് കഴിക്കുന്ന സമയത്ത് പപ്പ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പ വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പപ്പയ്ക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അത് ഫുള്ള് പിരിഞ്ഞിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാലും പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളി മധുരം അങ്ങനത്തെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ ഈ പാലും കൂടിയും അതിലേക്ക് ഇട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് സംഭവം പിരിഞ്ഞു പോവും, നശിച്ചു പോവും ആ ഒരു സംഭവം. അപ്പോൾ അങ്ങനെ വെക്കരുത്. എനിക്ക് പറ്റിയൊരു അബദ്ധമാണത്. അപ്പോൾ അതാരും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ഈ സംഭവം അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കുടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പപ്പയ്ക്ക് മാത്രം കിട്ടിയില്ല, ബാക്കി ഞങ്ങളെല്ലാവരും കുടിച്ചു. ഈ ഏതപ്പൻ ഒഴികെ ബാക്കി ഞങ്ങളെല്ലാവരും കുടിച്ചു. അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫ്ലോപ്പായി പോയി. ഈ ചക്കന് ഞാൻ സാധനം ഉണ്ടാക്കി കൊടുക്കില്ല, ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുള്ളൂ, പക്ഷെ അത് കഴിക്കുകയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.